നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കരിവള്ളൂർ പെരളത്തെ കൊഴുമൽ വരീക്കര കാവിൻ പരിസരത്ത് പുലി ഇറങ്ങിയതായി അഭ്യൂഹം. വനം വകുപ്പും റാപ്പിഡ് റെസ്പോൺസ് ടീമും നാട്ടുകാരും സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും പുലി ഇറങ്ങിയതിന്റെ ലക്ഷണമൊന്നും കണ്ടെത്താനായില്ല. ഭീതി വിട്ടൊഴിയാതെ പ്രദേശവാസികൾ. ശമ്പള പരിഷ്കരണം അട്ടിമറിക്കുന്നതിനെതിരെ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ജൂലൈ 23 മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. മുന്നോടിയായി പയ്യന്നൂരിൽ പ്രചരണ വാഹന ജാഥയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തെ +1 ക്ലാസുകൾ ആരംഭിച്ചു. ഏകജാലക സംവിധാനം വഴി 2 ഘട്ടങ്ങളിലായാണ് അലോട്ട്മെന്റുകൾ പൂർത്തിയാക്കിയത്. ഇപ്പോഴും സംസ്ഥാനത്ത് 30,000-ലധികം സീറ്റുകൾ വിവിധ കോമ്പിനേഷനുകളിലായി ഒഴിഞ്ഞുകിടക്കുന്നതായി റിപ്പോർട്ട്. ഹക്കീം വധം സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള സത്യഗ്രഹ സമരം 56-ാം ദിവസത്തിലേക്ക്. വിനോദ് രാമനള്ളിയുടെ നിരാഹാരം ഒരാഴ്ച പിന്നിട്ടു. പയ്യന്നൂർ AEO ഓഫീസ് കോമ്പൗണ്ടിനുള്ളിലെ ശുചിമുറി ശോച്യാവസ്ഥയിൽ. വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസിന് പുറമെ BRC ട്രെയിനിംഗ് സെന്റർ പോലുള്ള നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഇവിടെയെത്തുന്നവർ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യമില്ലാതെ വലയുന്നു. വെള്ളോറ പെരുമ്പടവ് റോഡിൽ വാഹനയാത്ര ദുരിതമാകുന്നു. റോഡ് പൊട്ടിത്തകർന്നതിനൊപ്പം പാതയോരങ്ങളിൽ കാട് കാഴ്ചമറക്കുന്നതുമാണ് ഈ വഴി യാത്ര ദുരിതമയമാക്കുന്നത്. പാഠപുസ്തക സമരം SFIയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി പട്ടിണി സമരം സംഘടിപ്പിച്ചു. SFI പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ സമരം ബോയ്സ് ഹൈസ്കൂളിൽ നടന്നു. പയ്യന്നൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ നിർമ്മിച്ച സമാന്തര റോഡിലെ താൽക്കാലിക ഡിവൈഡറുകൾ അപകട ഭീഷണി സൃഷ്ടിക്കുന്നതായി പരാതി. വാർത്തകൾ വിശദമായി. കരിവള്ളൂർ പെരളത്തെ കൊഴുമൽ വരീക്കര കാവിൻ പരിസരത്ത് പുലി ഇറങ്ങിയതായുള്ള വാർത്ത പൊടിപ്പും തൊങ്ങലും ചേർത്ത് നാട്ടിൽ പ്രചരിക്കുകയാണ്. വിവരമറിഞ്ഞ നാട്ടുകാർക്കൊപ്പം വനം വകുപ്പിലെ റാപ്പിഡ് റെസ്പോൺസ് ടീമും പ്രദേശത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലി ഇറങ്ങിയതിന്റെ ലക്ഷണമൊന്നും കണ്ടെത്താനായില്ല. എന്നാൽ തങ്ങൾ പുലിയെ കണ്ടതെന്ന് തന്നെയാണ് ദൃക്സാക്ഷികളെല്ലാം തന്നെ അവകാശപ്പെടുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 1:30ഓടെയാണ് ആ വഴി കടന്നു പോവുകയായിരുന്ന ഗണേശൻ പുലിയെ കണ്ടതായി പറയുന്നത്. പിന്നീട് 4:30ഓടെ രമേശൻ എന്നയാൾ വരീക്കരക്കാവിന് സമീപം വീണ്ടും പുലിയെ കണ്ടു. തുടർന്ന് പുലർച്ചെ 3 മണി വരെ നാട്ടുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും തിരച്ചിൽ നടത്തിയെങ്കിലും ശ്രമം വിഫലമാവുകയായിരുന്നു. ബുധനാഴ്ചയും ശ്രമം തുടർന്നു. തളിപ്പറമ്പിൽ നിന്ന് റാപ്പിഡ് റെസ്പോൺസ് ടീമും സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചേർന്ന് കാവ് മുഴുവൻ അരിച്ചുപെറുക്കിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഇപ്പോഴും അത് പുലിയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പുലിയല്ല എന്നാണ് അവരുടെ നിഗമനം. എന്നാലും വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇന്നലെ രാത്രിയും ഇന്നും ഉദ്യോഗസ്ഥന്മാരും ഫോറസ്റ്റ് അധികൃതരും സായുധരായി തന്നെ അതിനകത്ത് കാവിനകത്ത് പരിശോധിച്ചു വരികയാണ് ചെയ്യുന്നത്. തഹസീൽദാരും സ്ഥലത്തെത്തിയിരുന്നു. 2 ദിവസം നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. ആളുകൾ ഒറ്റയ്ക്ക് രാവിലെയോ രാത്രിയോ ഈ വഴി കടന്നു പോകരുതെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ഏത് ജീവിയാണെന്ന് കണ്ടുപിടിക്കുന്നതുവരെ മുൻകരുതലെടുക്കാനാണിത്. ശമ്പള പരിഷ്കരണം അട്ടിമറിക്കുന്നതിനെതിരെ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ജൂലൈ 23 മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. മുന്നോടിയായുള്ള പ്രചരണ വാഹന ജാഥയ്ക്ക് പയ്യന്നൂരിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന പ്രചരണ ജാഥ പര്യടനം PP ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ശമ്പള പരിഷ്കരണം അട്ടിമറിക്കുന്നതിനെതിരെ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ജൂലൈ 23 മുതൽ നടത്തുന്ന അനിശ്ചിതകാല പണിമുടക്കിൻ്റെ പ്രചരണ വാഹന ജാഥയുടെ ഉദ്ഘാടനം പയ്യന്നൂരിൽ നടന്നു. PP ദാമോദരനാണ് ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. വളരെയേറെ സജീവമായി ഓർമ്മപ്പെടുത്തലുകൾ അനിവാര്യമായി തീർന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പൊതുവിൽ കേരളീയ സമൂഹത്തിന് ചിലതെല്ലാം ആർജിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. KC ഹരികൃഷ്ണൻ ജാഥ ക്യാപ്റ്റനും KM എബ്രഹാം ജാഥയുടെ വൈസ് ക്യാപ്റ്റനും C ഗിരീശൻ ജാഥ മാനേജറുമാണ്.
എ നിശാന്ത്, കെ പി സദാനന്ദൻ, കെ സി അജിത് കുമാർ എന്നിവർ ജാഥയിലെ സ്ഥിരം അംഗങ്ങളായി ഉണ്ടാകും. വിവിധ സ്ഥലങ്ങളിലെ പര്യടനത്തിന് ശേഷം ജൂലൈ 10 ജാഥ കണ്ണൂരിൽ സമാപിക്കും. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തെ +1 ക്ലാസുകൾ ആരംഭിച്ചു. ഏകജാലക സംവിധാനം വഴി 2 ഘട്ടങ്ങളിലായാണ് അലോട്ട്മെന്റുകൾ പൂർത്തിയാക്കിയത്. ഇപ്പോഴും സംസ്ഥാനത്ത് 30,000-ലധികം സീറ്റുകൾ വിവിധ കോമ്പിനേഷനുകളിലായി ഒഴിഞ്ഞുകിടക്കുന്നുണ്ട്. ഏതാണ്ട് അതിലധികം വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുകയും ചെയ്യുന്നു. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ ആരംഭിച്ചു. ജൂലൈ 1 പ്രവേശന നടപടികൾ പൂർത്തീകരിച്ച് ക്ലാസ് ആരംഭിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും 2ാം ഘട്ട അലോട്ട്മെന്റുകളും മറ്റു ക്രമീകരണങ്ങളും പൂർത്തിയാക്കി ക്ലാസ് ആരംഭിക്കാൻ ഒരാഴ്ച വൈകി. സംസ്ഥാനത്തൊട്ടാകെ 31,000-ലധികം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നതായാണ് ലഭിക്കുന്ന വിവരം. അതേസമയം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഓരോ ജില്ലയിലും പ്രവേശനം ലഭിക്കാതെ പുറത്തു നിൽക്കുന്ന ദുസ്ഥിതിയുമുണ്ട്. ഇനിയും അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ലാത്ത അപേക്ഷകർക്കും ഇതുവരെ അപേക്ഷ നൽകിയിട്ടില്ലാത്തവർക്കും പുതിയ ഓപ്ഷനുകൾ ചേർത്ത് അപേക്ഷ പുതുക്കി നൽകാനും പുതുതായി അപേക്ഷിക്കാനും അവസരം ലഭിക്കും. ഇതുകൂടി പൂർത്തിയാകുന്നതോടെ വിവിധ വിദ്യാലയങ്ങളിൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ബാച്ചുകളിലായി ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകൾ നികത്തപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. CPIM കുന്നുങ്കൈ പാലക്കുന്ന് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ കെ കുഞ്ഞമ്പു നമ്പ്യാർ ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. പാലക്കുന്നിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. PR ചാക്കോ, സാബു അബ്രഹാം, KP നാരായണൻ, KK കൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ SSLC +2 ഉന്നത വിജയികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതിരിക്കുന്നതിനും എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേപോലെ കാണുന്നതിനും അവർക്ക് വേണ്ടി പോരാടാനും ഒക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ വേണമായിരുന്ന ഒരു കാലഘട്ടം ഇതെല്ലാം നേടിക്കഴിഞ്ഞവർക്ക് ഇതിന്റെ ആവശ്യമില്ലാത്ത രീതിയിലേക്ക് വരുമ്പോഴാണ് ഇതരെങ്കിലും മറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതാണ്. മറ്റു ചില പരാമർശങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ചിരിക്കാത്തവരാണ് എന്നുള്ളതാണ്. ഹക്കീം വധം. സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള സത്യാഗ്രഹ സമരം 56ാം ദിവസത്തിലേക്ക്. വിനോദ് രാമന്തലിയുടെ നിരാഹാരം ഒരാഴ്ച പിന്നിട്ടു. സംയുക്ത സമരസമിതി അംഗം കൂടിയായ വിനോദ് രാമന്തളിയുടെ നിരാഹാരം 8ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. വിവിധ സംഘടനകളും പ്രമുഖ വ്യക്തികളും സമരപ്പന്തൽ സന്ദർശിക്കുന്നുണ്ട്. നിരവധി സംഘടനകൾ പലവിധ സമരരൂപങ്ങളിലൂടെ 1 വർഷത്തോളമായി തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും ഹക്കീം വധപ്രതികളെ നിയമത്തിനു മുന്നിലെത്തിക്കുന്നതിൽ സർക്കാർ അലംഭാവം തുടരുകയാണ്. പയ്യന്നൂരിന്റെ ജനങ്ങളെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഈ സർക്കാർ സമീപനത്തിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് സമരസമിതി ചെയർമാൻ കൂടിയായ C. കൃഷ്ണൻ MLA അറിയിച്ചു. പയ്യന്നൂർ AEO ഓഫീസ് കോമ്പൗണ്ടിനുള്ളിലെ ശുചിമുറി ശോച്യാവസ്ഥയിൽ. വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസിന് പുറമെ BRC ട്രെയിനിംഗ് സെന്റർ പോലുള്ള നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഇവിടെ എത്തുന്നവർ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യമില്ലാതെ വലയുകയാണ്. രാജ്യത്താകമാനം പൊതുസ്ഥലങ്ങളിൽ ശുചിമുറികളുടെ എണ്ണം കൂട്ടണമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിടുകയും ബോധവൽക്കരണ പരിപാടികൾ നടത്തുമ്പോഴും പയ്യന്നൂരിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന AEO ഓഫീസ് കോമ്പൗണ്ടിനുള്ളിലെ ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്ന ശുചിമുറിയുടെ അവസ്ഥ ഒന്ന് കാണണം. പൊട്ടിത്തകർന്ന ചുമരുകൾ, ഫ്ലെക്സ് ബോർഡ് കൊണ്ട് മുകൾ ഭാഗം മറച്ച് ഒരു ശുചിമുറി, മാലിന്യം നിറഞ്ഞ പരിസരങ്ങൾ. കോമ്പൗണ്ടിനുള്ളിലെ സ്ഥാപനങ്ങളിലെത്തുന്നവർ ഇവയാണ് ഇതുവരെ ഉപയോഗിച്ചു വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെല്ലാം ഇവിടെ തന്നെയാണ് ഉപയോഗിക്കൽ. ഇവിടെ വേറെ ഓഫീസുണ്ട്, PSCൻ്റെ ഒരു കോച്ചിങ് സെൻ്ററിൻ്റെ ഓഫീസുണ്ട്, അതുപോലെ കുട്ടികൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആരും ഇതിനൊരു നാഥനില്ലാത്ത മാതിരിയാണ് അതിൻ്റെ ഷീറ്റൊക്കെ ഉയർത്തി കെട്ടിയിട്ട് ഒരുപാട് കാലമായി ഇത് ഈ രീതിയിൽ നടക്കുന്നത്. BRC, AEO ഓഫീസ്, പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള കോച്ചിങ് സെൻറ്റർ എന്നിവയൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ എത്തുന്നവർ ഇതുമൂലം ദുരിതം പേറുകയാണ്. എന്നിട്ടും അധികൃതർ ഈ ശോച്യാവസ്ഥ പരിഹരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. വെള്ളോറ പെരുമ്പടവ് റോഡിൽ വാഹനയാത്ര ദുരിതമാകുന്നു. റോഡ് പൊട്ടിത്തകർന്നതിനൊപ്പം പാതയോരങ്ങളിൽ കാട് കാഴ്ച മറയ്ക്കുന്നതുമാണ് ഈ വഴി യാത്ര ദുരിതമയമാക്കുന്നത്. ദുർഘട വളവുകളുടെ റോഡ് കൂടി ആയതിനാൽ ഏതു നിമിഷവും അപകട സാധ്യതയും ഏറുകയാണ് ഇവിടെ. കാട്ടിൽ കൂടി റോഡ് നിർമ്മിച്ചതാണെന്ന് ഈ റോഡ് ഒറ്റനോട്ടത്തിൽ കാണുന്ന ആരും പറയൂ. പക്ഷേ സത്യമതല്ല. റോഡിനിരുവശത്തും കാടുകൾ വളർന്നതാണ്. റോഡിന്റെ സ്ഥിതി കണ്ടാൽ അത്ര പ്രധാനപ്പെട്ട റോഡൊന്നുമല്ല എന്ന് ധരിച്ചാൽ തെറ്റി. ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന വെള്ളോറ പെരുമ്പടവ് റോഡാണിത്.
പാതയോരം കാടുമൂടിയതിനൊപ്പം റോഡ് പൊട്ടിത്തകരുക കൂടി ചെയ്തതോടെ ഈ റോഡിൽ കൂടിയുള്ള യാത്ര തീർത്തും ദുസ്സഹമായിരിക്കുകയാണ്. റോഡിൽ ഇടയ്ക്കിടെ വളവുകളുള്ളതും പാതയോരത്തെ കാടുകൾ മൂടി കാഴ്ചമറിയുന്നതും ഡ്രൈവർമാർക്ക് വൻ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. വാഹനയാത്ര പോയിട്ട് കാൽനടയാത്ര പോലും ഇതുവഴി സാധ്യമല്ലാത്ത നിലയിലാണ്. പ്രശ്നത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി ഇതിനോടകം നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും കാര്യമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. അധികൃതരുടെ അലംഭാവത്തിനെതിരെ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാരും യാത്രക്കാരും. നെറ്റ്വർക്ക് ന്യൂസ്, പ്ലാത്ര. പരിയാരം പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടമെന്ന ആവശ്യം പരിഗണിക്കപ്പെടുന്നു. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനും പുതിയ കെട്ടിടവും ക്വാർട്ടേഴ്സും നിർമ്മിക്കാൻ 1 ഹെക്ടർ ഭൂമി സർക്കാർ നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിയമസഭയിൽ അറിയിച്ചു. ചോദ്യോത്തരവേളയിൽ ടി വി രാജേഷ് MLA ചോദ്യത്തിന് മറുപടിയായാണ് ആഭ്യന്തരമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. TB സാനിറ്റോറിയത്തിന്റെ സർക്കാർ ഭൂമിയിൽ നിന്ന് 1 ഹെക്ടർ സ്ഥലം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ റവന്യൂ വകുപ്പിനോട് ആവശ്യപ്പെട്ടതായും മന്ത്രി അറിയിച്ചു. 2009 പഴയ TB സാനിറ്റോറിയത്തിന്റെ കെട്ടിടത്തിലാണ് പരിയാരം പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത്. പഴയ ഓഡിറ്റ് കെട്ടിടമായതിനാൽ മഴ പെയ്താൽ വെള്ളം മുറിയിലേക്കാണ് വീഴുന്നത്. അതിനാൽ ഫയലുകളും മറ്റും സൂക്ഷിക്കാനടക്കം ഏറെ പ്രയാസമാണ്. കഴിഞ്ഞ വർഷം ഓടിന്റെ മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചാണ് ചോർച്ചയെ പ്രതിരോധിച്ചത്. TB സാനിറ്റോറിയം സൂപ്രണ്ട് ക്വാർട്ടേഴ്സ് കെട്ടിടമായതിനാൽ പോലീസ് സ്റ്റേഷന് പ്രവർത്തന സൗകര്യവും കുറവാണ്. സ്റ്റേഷനിൽ ലോക്കപ്പില്ലാത്തതിനാൽ പ്രതികളെ പിടികൂടിയാൽ വരാന്തയിലെ ഗ്രിൽസ് അടക്കം അടച്ച് സ്റ്റേഷൻ പൂട്ടിയിടേണ്ട ഗതികേടിലാണ്. സ്റ്റേഷനിൽ ക്വാർട്ടേഴ്സ് ഇല്ലാത്തതും പോലീസുകാർക്ക് ദുരിതമാകുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പാഠപുസ്തക സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി SFIയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി പട്ടിണി സമരം സംഘടിപ്പിച്ചു. SFI പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന പട്ടിണി സമരം ഏരിയ പ്രസിഡന്റ് ബബിൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം നൽകാത്ത സർക്കാർ നടപടിക്കെതിരെ സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാന വ്യാപകമായി വിവിധ യൂണിറ്റുകളിൽ പട്ടിണി സമരം സംഘടിപ്പിച്ചത്. സ്കൂളുകളിലും കോളേജുകളിലും കറുത്ത ബാഡ്ജ് ധരിച്ചെത്തിയ വിദ്യാർത്ഥികൾ ഒരു നേരത്തെ ആഹാരം ഉപേക്ഷിച്ചാണ് സമരത്തിൽ പങ്കാളികളായത്. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന സമരം പയ്യന്നൂർ ഏരിയ പ്രസിഡന്റ് ബബിൻ ബി ഉദ്ഘാടനം ചെയ്തു. അതിലെല്ലാം തന്നെ പ്രതിഷേധിച്ചുകൊണ്ടാണ് പാഠപുസ്തകം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ അല്ലെങ്കിൽ കേരളത്തിനകത്തെ മുഴുവൻ സ്കൂൾ കേന്ദ്രങ്ങളിലും കോളേജ് ക്യാമ്പസുകളിലും ഇത്തരത്തിലൊരു പട്ടിണി സമരത്തിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടിയിട്ട് SFI തയ്യാറായിട്ടുള്ളത്. ഏരിയ ജോയിന്റ് സെക്രട്ടറി സനലേവി അധ്യക്ഷനായി. ലജീഷ് MK, ജിതിൻ TC, ഷിബിൻ KB, ജിതിൻ എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ നിർമ്മിച്ച സമാന്തര റോഡിലെ താൽക്കാലിക ഡിവൈഡറുകൾ അപകട ഭീഷണി സൃഷ്ടിക്കുന്നതായി പരാതി. റോഡിലെ വലിയൊരളവോളം സ്ഥലം കൈയടക്കുന്ന വീപ്പക്കുറ്റികൾ എടുത്തുമാറ്റണമെന്നാണ് ഡ്രൈവർമാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. പയ്യന്നൂർ നഗരം അകപ്പെട്ടിരിക്കുന്ന രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിനായാണ് സാമാന്യം നല്ല വീതിയിൽ തന്നെ നിർദ്ദിഷ്ട പുതിയ ബസ് സ്റ്റാൻഡിനെയും പഴയ ബസ് സ്റ്റാൻഡിനെയും ബന്ധിപ്പിച്ച് സമാന്തര റോഡ് നിർമ്മിച്ചത്. ഇപ്പോൾ ഓവുചാൽ നിർമ്മാണത്തിന്റെയും ജപ്പാൻ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കലിന്റെയും ഭാഗമായി നഗരത്തിലെ പ്രധാന റോഡ് വെട്ടിപ്പൊളിച്ചതിനാൽ വാഹനങ്ങളേറെയും ആശ്രയിക്കുന്നത് ഈ സമാന്തര റോഡിനെയാണ്. റോഡിനിരുപുറവും അനധികൃതമായി നടത്തിയിരുന്ന സ്വകാര്യ വാഹന പാർക്കിംഗ് ഒഴിവാക്കി ഗതാഗതം സുഗമമാക്കുന്നതിനായാണ് റോഡിൽ ഡിവൈഡർ സ്ഥാപിച്ചത്. എന്നാൽ റോഡ് പകുക്കാൻ അധികൃതർ ഉടനീളം പഴകി ദ്രവിച്ച ടാർവീപ്പകൾ നിരത്തിവെച്ചത് റോഡിൽ വൈരൂപ്യവും അപകട സാധ്യതയും ഉണ്ടാക്കുകയാണ്. വ്യാസം കൂടിയ വീപ്പകൾ റോഡിന് നടുവിൽ കൂടുതൽ സ്ഥലം കൈയടക്കിയതിനാൽ ഇരുഭാഗത്തും വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ക്ലേശിക്കേണ്ട ദുസ്ഥിതിയാണിപ്പോൾ. ഒപ്പം വളവുകളിൽ വീതി നന്നേ കുറവായതിനാൽ വാഹനങ്ങൾ തട്ടി ഈ വീപ്പകൾക്ക് സ്ഥാനചലനം സംഭവിക്കുന്നത് ഗതാഗത പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നു. റോഡിൽ കുത്തി നിർത്തിയിരിക്കുന്ന കറുകറുത്ത ടാർവീപ്പകൾ രാത്രി സമയങ്ങളിൽ കാഴ്ചയിൽപ്പെടാതെയും പലരും അപകടത്തിൽപ്പെട്ടതായി പരാതിയുണ്ട്. നഗരത്തിലെ കടുത്ത ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനുണ്ടാക്കിയ റോഡിലെ ഒട്ടും ഫലപ്രദമല്ലാത്ത ഈ താൽക്കാലിക സംവിധാനം ഗുണത്തേക്കാളേറെ ദോഷം സൃഷ്ടിക്കുന്നതായാണ് ഡ്രൈവർമാർ ഒന്നടങ്കം പരാതിപ്പെടുന്നത്. തീർച്ചയായും പരിമിതമാണെങ്കിലും ഉള്ള റോഡ് സംവിധാനം ഫലപ്രദമായി ഉപയോഗപ്രദമാക്കാനുള്ള നടപടികളാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതെന്നാണ് ഈ റോഡിന്റെ കാഴ്ചച്ചന്തം കളയുന്ന സ്ഥലം കൈയടക്കി കുഴക്കുന്ന ടാർവീപ്പകളുടെ വൈരൂപ്യവും അലോസരവും ചൂണ്ടിക്കാട്ടി റോഡ് ഉപയോക്താക്കൾ ആവശ്യപ്പെടുന്നത്. തൃക്കരിപ്പൂർ വലിയ പറമ്പ് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മാടക്കാൽ ബണ്ട് ദുർബലാവസ്ഥയിൽ. ഫണ്ട് അനുവദിച്ചിട്ടും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ബണ്ട് ശാക്തീകരണ പ്രവൃത്തിക്ക് തടസ്സമാകുന്നത് എന്നാണ് നാട്ടുകാരുടെ പരാതി. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ ജൂലൈ 17-ന് കാഞ്ഞങ്ങാട് PWD ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ ആലോചിക്കുകയാണ് DYFI നേതൃത്വം. 1991 EK നയനാർ മുഖ്യമന്ത്രിയായിരിക്കെ മുഖ്യമന്ത്രി അടക്കം 2 മന്ത്രിമാരും
കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 6ഓളം MLA-മാരും പങ്കെടുത്ത് മഹാസംഭവമാക്കി മാറ്റിയ ഉദ്ഘാടന ചടങ്ങോടെയാണ് തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ഉടുമ്പൻതലയെയും വലിയ പറമ്പിലെ മാടക്കാലിനെയും ബന്ധിപ്പിക്കുന്ന മാടക്കാൽ ബണ്ട് നാട്ടുകാർ നിർമ്മിച്ച് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചത്. അന്ന് തൊട്ട് ഇന്ന് വരെ 2.5 പതിറ്റാണ്ടായി കാര്യമായ ഒരു പണിയും നടത്താതെ ബണ്ടിന്റെ പാർശ്വഭിത്തി ഇളകിയും റോഡ് തകർന്നും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ചില്ലറയല്ല. മാടക്കാൽ ദ്വീപിലെ നിരവധി കുടുംബങ്ങളുടെ പുറം ലോകത്തേക്കുള്ള ഏകമാർഗമാണ് അനുദിനം തകർന്നുകൊണ്ടിരിക്കുന്നത്. ദുർഘടാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ട MLA K. കുഞ്ഞിരാമൻ ബണ്ട് പ്രവൃത്തിക്കായി MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 35 ലക്ഷം രൂപ അനുവദിച്ച് മാസങ്ങളായെങ്കിലും ഫണ്ടിന്റെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടി കരാറുകാരൻ എബവ് ആവശ്യപ്പെട്ടതോടെ വീണ്ടും പ്രവൃത്തി നീണ്ടുപോവുകയായിരുന്നു. തുടർന്ന് 5 ലക്ഷത്തോളം രൂപ അധികമായി അനുവദിച്ചെങ്കിലും ചുവപ്പ് നാട് അഴിഞ്ഞില്ല. യാത്രാ ദുരിതത്തിന് കാരണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ പണി തീരും എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ പണി തുടങ്ങിയില്ല, മാത്രമല്ല പണി നടന്നതുമില്ല. സ്കൂൾ കുട്ടികളൊക്കെ വളരെ ശരിക്കും പറഞ്ഞാൽ സൈക്കിൾ കൊണ്ട് പോകുന്ന കുട്ടികളടക്കം വീണുകൊണ്ട് പോകുന്ന ഒരവസ്ഥയായിരുന്നു. എന്തായിരുന്നാലും എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് സ്കൂൾ കുട്ടികൾക്കും അതുപോലെ മറ്റുള്ള യാത്രക്കാർക്കും പോകാനുള്ള സൗകര്യം ഒരുക്കണം മാത്രമാണ് പറയാനുള്ളത്. മാടക്കാൽ ബണ്ടിന്റെ ശോച്യാവസ്ഥയ്ക്ക് കാരണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്നാരോപിച്ച് DYFI വലിയ പറമ്പ് സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് PWD ഓഫീസിലേക്കും ജൂലൈ 17-ന് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് വലിയ പറമ്പ് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രമോദ് മാടക്കാൽ പറഞ്ഞു. ഇനി ഈ ഉദ്യോഗസ്ഥന്മാരെ അനാസ്ഥ ഇതേ രീതിയിൽ തുറന്നു പോകുന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ അതിൻ്റെ പ്രാരംഭ പണി എന്ന നിലയിൽ ഇതിനെ എടുത്തിട്ടില്ലെങ്കിൽ അത് ശക്തമായ നാട്ടുകാർ ഒന്നിച്ചെന്നുകൊണ്ട് യുവജന പ്രസ്ഥാനം ഏറ്റെടുക്കുന്നതായിരുന്നു. യാതൊരു തർക്കമില്ല. ഇപ്പോൾ ഈ വാഹനത്തെ കൂടി ഈ വണ്ടിനെ കൂടി യാത്രക്ക് വളരെ കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. അതോടൊപ്പം തന്നെ പയ്യൻ്റെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ആശുപത്രി കേസുമായി ബന്ധപ്പെട്ട ഒരു ഓട്ടോറിക്ഷ മറ്റോ വിളിച്ചാൽ മാടക്ക ബണ്ട് വരെ എത്തിച്ച് ഉടമതിലെത്തിക്കുക മാടക്ക ബണ്ട് കടക്കാൻ കഴിയില്ലാന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നത്. അത്രയും ദുരിത യാത്രയായിട്ടാണ് ഈ ബണ്ടിനെ കൊണ്ടില്ലത്. ഏത് നിമിഷവും 91-ലാക്കിയത് ബണ്ടാണ്. വേണ്ട രീതിയിലുള്ള റിപ്പയറൊന്നും ഇതിനകം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ഉദ്യോഗസ്ഥന്മാർ ഇതിന് വേണ്ടി ഒരു പ്രാരംഭ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അത് ശക്തമായ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നാളികേര കർഷകർക്ക് ഇരുട്ടടി നൽകി തേങ്ങയുടെ വില കുത്തനെ ഇടിഞ്ഞു. മണ്ടരിയും കൂമ്പുചീലും പോലുള്ള രോഗങ്ങളെ അതിജീവിച്ച് തെങ്ങ് കൃഷി വീണ്ടും സജീവമായപ്പോഴാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കി തേങ്ങ വില 30 രൂപയിൽ നിന്നും ഇപ്പോൾ വെറും 19 രൂപയിലേക്ക് കൂപ്പുകുത്തിയത്. നാളികേര വില വീണ്ടും പ്രതിസന്ധിയിലേക്ക്. വില അനുദിനം താഴുന്നത് കർഷകരെ ഏറെ നിരാശയിലെത്തിക്കുകയാണ്. പച്ചത്തേങ്ങയ്ക്ക് കിലോയ്ക്ക് 19 രൂപയാണ് വിപണി വില. 35 രൂപയിലധികം ഉയർന്ന സ്ഥാനത്താണ് പകുതിയോളം താഴ്ന്നത്. ഇത് കർഷകരുടെ പ്രതീക്ഷ തകർക്കുന്ന തരത്തിലാണുള്ളത്. മറ്റു പല കാർഷിക വിളകൾക്കും വില താഴ്ന്നു നിൽക്കുമ്പോൾ തേങ്ങയ്ക്ക് ഉയർന്ന വില ലഭിച്ചത് കർഷകർക്ക് ഏറെ ആശ്വാസം നൽകിയിരുന്നു. അതാണ് ഇപ്പോൾ അസ്ഥാനത്തായിരിക്കുന്നത്. തേങ്ങ വില മാത്രമല്ല, വെളിച്ചെണ്ണ വിലയും താഴേക്കു തന്നെ. ലിറ്ററിന് 119 രൂപയാണ് വെളിച്ചെണ്ണ വില. റംസാൻ മാസത്തിലും വില താഴ്ന്നു നിൽക്കുന്നത് ഏറെ ആശങ്കയോടെയാണ് കർഷകർ നോക്കിക്കാണുന്നത്. തേങ്ങ വില താഴുകയാണെങ്കിലും തേങ്ങ ഇടുന്നവർക്കുള്ള കൂലി ഉയരുന്നതും ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു. കണ്ണൂർ സർവകലാശാല BA സോഷ്യോളജി പരീക്ഷയിൽ തൃക്കരിപ്പൂർ മണിയനൊടിയിലെ P. ബിജിനയ്ക്ക് 2ാം സ്ഥാനം. പയ്യന്നൂർ വിദ്യാപീഠം കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്നു ബിജിന. പരിയാരം ആയുർവേദ മെഡിക്കൽ കോളേജ് സ്വസ്ഥവൃത്ത വിഭാഗവും നാഷണൽ സർവീസ് സ്കീം, കടന്നപ്പള്ളി UP സ്കൂൾ ഹെൽത്ത് ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ യോഗ പരിശീലനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C. ഉഷാകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ കോളേജുണ്ട്, അതിനുവേണ്ടി തന്നെയാണ് ഈ സ്കൂളിനെ മാതൃകാ സ്കൂളാക്കിയിട്ട് യോഗ പഠിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആ യോഗ പന്താവിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ കുട്ടികളെയും. ചടങ്ങിൽ PTA പ്രസിഡന്റ് OK നാരായണൻ നമ്പൂതിരി അധ്യക്ഷനായി. പ്രധാനാധ്യാപിക രാധ ടീച്ചർ, ആയുർവേദ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ R. ശ്രീകുമാർ, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അഭിലാഷ്, സ്വസ്ഥഗ്രസ്ത വിഭാഗം മേധാവി ഡോക്ടർ അജിത കുമാരി, സ്കൂൾ മാനേജർ PT ഗോവിന്ദൻ നമ്പ്യാർ, ശുഭായം, KK അബ്ദുൾ ബഷീർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഇനി വിശുദ്ധ വനങ്ങൾ. കാവു തീണ്ടിയാൽ കുളം വറ്റുമെന്നാണ് ചൊല്ല്. പ്രകൃതിയുടെ വരദാനം പോലെ കനിഞ്ഞു കിട്ടിയ 4ഓളം കാവുകളുടെ സൗഭാഗ്യം അനുഭവിക്കുന്നവരാണ് കരിവള്ളൂർ കുണിയൻ നിവാസികൾ. കുണിയനിലെ ജലസമൃദ്ധിയുടെ നിദാനവും ഒരുപക്ഷെ ഈ കാവുകൾ തന്നെയായിരിക്കണം.
കാവുകൾ ജലസമൃദ്ധിയുടെ ഇരിപ്പിടങ്ങളാണ്. ഒരു ദേശത്തെ കാവുകൾക്ക് അതിന്റെ സംസ്കാരവും ജീവിതവുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരിക്കും. കുണിയനിലെ കാവുകളും അത്തരമൊരു ബന്ധമാണ് വിളിച്ചോതുന്നത്. കുണിയൻകാവ്, വലിയറക്കാവ്, പറമ്പത്തറയ്ക്ക് കിഴക്കും പടിഞ്ഞാറും കിടക്കുന്ന 2 നാഗക്കാവുകൾ എന്നിവയാണ് കുണിയനിലെ പ്രധാനപ്പെട്ട കാവുകൾ. കുണിയന്റെ ഏറ്റവും തെക്കുഭാഗത്ത് കിടക്കുന്ന കാവാണ് വലിയറക്കാവ്. കാവിനു ചുറ്റും പരന്നുകിടക്കുന്ന പാടങ്ങളും ഒരു വശത്തെ പക്ഷിസങ്കേതവുമെല്ലാം ഈ കാവുമായി അഭേദ്യമായ ബന്ധം വിളിച്ചോതുന്നു. കാവിനെ സംബന്ധിച്ച് പൊതുവെ പറഞ്ഞാൽ ഇതൊരു പാരിസ്ഥിതിക പ്രാധാന്യമുള്ള കാവാണ്. ഒരുപാട് സസ്യരാദികൾ, അപൂർവങ്ങളായ ചെടികളൊക്കെ ഈ കാവുകളിലുണ്ട്. താന്നി, അതുപോലെ തന്നെ പിന്നെ മുതലായ വലിയ മരങ്ങൾ, കാഞ്ഞിരം, അതുപോലെ ആലി, അരയാലി മുതലായ വൃക്ഷങ്ങളും ഇടതൂർന്ന് നിൽക്കുന്ന ഒരു പിന്നെ കാവാണ്. അതുപോലെ അടിക്കാടിൽ ഒരുപാട് അപൂർവങ്ങളായ ഔഷധ സസ്യങ്ങളുണ്ട്. മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന മാവിന്റെ അറ്റം നോക്കിയാണ് ദേശാടന പക്ഷികൾ ദിശാനിർണയം നടത്തുന്നത്. അങ്ങനെ അപൂർവയിനം ദേശാടന പക്ഷികൾ കുണിയനിലെത്തുന്നു. നോക്കെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന നെൽവയലുകൾക്ക് എന്നും ജലസമൃദ്ധി നൽകാൻ ഈ കാവ് വഹിക്കുന്ന പങ്ക് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. മാവ് കൂടാതെ വേറെയും വൻമരങ്ങൾ ഈ കാവിലുണ്ട്. ആൽമരം, താന്നി, ചേറ് തുടങ്ങിയ മരങ്ങളും അമൽപ്പൊരി, അരളി, വെള്ളില, അടപതിയൻ, ചക്കരക്കൊല്ലി എന്നീ ഔഷധ സസ്യങ്ങളും ഈ കാവിൽ ധാരാളമായി കാണപ്പെടുന്നു. ദേശത്തെ 2 പ്രധാന ജന്മി കുടുംബങ്ങൾ തമ്മിൽ ഈ കാവിനു വേണ്ടി തർക്കമുണ്ടാവുകയും പിന്നീട് ചിറക്കൽ കോവിലകം ഈ കാവും അതുവഴി ദേശവും കൈവശപ്പെടുത്തിയതും ചരിത്രം. കീനേരി തറവാട്ടുകാരാണ് ഇപ്പോൾ ഈ കാവിന്റെ ദൈനംദിന കാര്യങ്ങൾ നിർവഹിച്ചു പോരുന്നത്. പയ്യന്നൂരിലെ കുടുംബശ്രീ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീരവികസന ഓഫീസ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്താൽ വീർപ്പുമുട്ടുന്നു. ഓഫീസിലെ ജീവനക്കാരും ഇവിടെ എത്തുന്ന ഗുണഭോക്താക്കളും സ്ഥാപനത്തിലെ സ്ഥലപരിമിതി മൂലം പ്രയാസപ്പെടുകയാണ്. പയ്യന്നൂർ ബ്ലോക്ക് ഓഫീസിന്റെ കീഴിലുള്ള പയ്യന്നൂർ ക്ഷീരവികസന ഓഫീസ് പ്രവർത്തിക്കുന്നതും പോലീസ് സ്റ്റേഷന് സമീപത്തെ കുടുംബശ്രീ കോംപ്ലക്സ് കെട്ടിടത്തിന്റെ 2 പീടിക മുറിയിലാണ്. ബ്ലോക്കിലെ 38ഓളം ക്ഷീര സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നത് ഈ ഓഫീസിന്റെ കീഴിലാണ്. ഇവിടെയാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് കൊണ്ട് പൊറുതിമുട്ടുന്നത്. 6ഓളം ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നു. ഫർണിച്ചറും ഫയലുകൾക്കുമിടയിൽ ജീവനക്കാർ ശ്വാസം മുട്ടി ജോലി ചെയ്യേണ്ട ഗതികേടിലാണ്. ഫയലുകളും മറ്റും സൂക്ഷിക്കാനിടമില്ല. കൂടാതെ സാധനങ്ങളെല്ലാം ഏണിക്കൂടിൻ്റെ തിണ്ണയിലാണ് ഇട്ടിരിക്കുന്നത്. ജില്ലയിലെ തന്നെ ഏറ്റവും ഗുണമേന്മയുള്ള പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള അംഗീകാരങ്ങളടക്കം കിട്ടിയ സൊസൈറ്റികളുള്ള ക്ഷീരവികസന ഓഫീസാണിത്. കെട്ടിടത്തിൽ പ്രാഥമിക സൗകര്യം പോലുമില്ലാതെ ജീവനക്കാർ നട്ടം തിരിയുന്നു. എന്നാൽ കെട്ടിടത്തിലെ അസൗകര്യങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ ജീവനക്കാരും തയ്യാറായില്ല. വർഷങ്ങളായി ക്ഷീരസംഘത്തിൻ്റെ കെട്ടിടത്തിലായിരുന്നു ഈ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ഇവിടേക്ക് മാറിയിട്ട് 2 വർഷമായി. ഇൻ്റർനെറ്റ് സൗകര്യത്തോടു കൂടിയുള്ള ഇൻഫർമേഷൻ സെൻ്ററും കൂടിയാണ്. എന്നാൽ ഇവയൊക്കെ ചെയ്യാൻ അസൗകര്യം തടസ്സമാവുകയാണ്. അടിയന്തരമായി കെട്ടിട സൗകര്യം മെച്ചപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഏറ്റുകൊടുക്ക AUP സ്കൂൾ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മാഡം ക്യൂറി അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി മാഡം ക്യൂറിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള നാടക അവതരണവും നടന്നു. അധ്യാപിക സ്വപ്ന ടീച്ചർ അനുസ്മരണ ഭാഷണം നടത്തി. സ്കൂൾ വിദ്യാർത്ഥിനി അശ്വതി ബാലകൃഷ്ണൻ തയ്യാറാക്കിയ മാഡം ക്യൂറിയുടെ ജീവചരിത്രം പ്രധാനാധ്യാപിക സി ശ്രീലത പ്രകാശനം ചെയ്തു. പിലിക്കോട് തോട്ടം സ്റ്റോപ്പ് പരിസരത്ത് പരസ്യ മദ്യപാനം. 3 പേരെ ചന്ദേര പോലീസ് പിടികൂടി. മദ്യലഹരിയിൽ പോലീസിനോട് തട്ടിക്കയറിയ മദ്യപസംഘം സ്ഥലത്ത് ചെറിയ തോതിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. കഴിഞ്ഞ ദിവസം 6:30യോടെയാണ് പിലിക്കോട് റോഡരികിൽ ഓട്ടോയിൽ മദ്യപിക്കുകയായിരുന്ന 3 പേരെ ചന്ദേര പോലീസ് പിടികൂടിയത്. പ്രദേശത്ത് വെച്ച് സ്ഥിരം മദ്യപിക്കുന്നവരാണിതെന്നാണ് അറിയുന്നത്. 2 ദിവസം മുൻപ് മദ്യപിച്ച് വാഹനമോടിച്ച് അപകടം വരുത്തിയിരുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ ചന്ദേര പോലീസിനോട് ഇവർ തട്ടിക്കയറുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. മദ്യപസംഘത്തിലെ ഒരാൾ മദ്യലഹരിയിൽ പോലീസിനെ അസഭ്യം പറയുകയും ഉന്തുകയും ചെയ്തത് സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. ഏറെ നേരത്തെ സംഘർഷാവസ്ഥയ്ക്ക് ശേഷം ചന്ദേര SI രാജേഷ് എത്തി 3 പേരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പിന്നീട് ഇവർ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വെള്ളൂർ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിലെ അന്തേവാസികൾക്ക് ബെഡ്ഷീറ്റുകൾ വിതരണം ചെയ്തു.
സൊസൈറ്റി പ്രസിഡന്റ് കെ പി മധു വിതരണോദ്ഘാടനം നിർവഹിച്ചു. നിങ്ങൾ ബിസിനസ്സിലൂടെ ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം ഈ നിലയിലുള്ള ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു. വെള്ളൂർ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിലെ അന്തേവാസികൾക്ക് ബെഡ്ഷീറ്റ് വിതരണം ചെയ്തു. ശ്രീനാരായണ വിദ്യാലയത്തിൽ നടന്ന പരിപാടിയിൽ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ഇ കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് കെ പി മധുവാണ് അംഗങ്ങൾക്കുള്ള ബെഡ്ഷീറ്റ് വിതരണം ചെയ്തത്. ആനന്ദതീർത്ഥ ട്രസ്റ്റ് അംഗങ്ങളായ ഗോവിന്ദൻ മാസ്റ്റർ, എ കെ പി നാരായണൻ, ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഡയറക്ടർ എ മുകുന്ദൻ, ആനന്ദതീർത്ഥ ട്രസ്റ്റ് സെക്രട്ടറി കെ പി ദാമോദരൻ എന്നിവരും പരിപാടിയിൽ സംബന്ധിച്ച് സംസാരിച്ചു. പ്രശസ്ത കരാട്ടെ അധ്യാപകൻ സി ജെ ജോൺസൺ മുഖ്യ കഥാപാത്രമായി വേഷമിട്ട തുഴ ടെലിഫിലിം ശ്രദ്ധേയമാകുന്നു. ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നിസ്സഹായരായി തുഴ ഉപേക്ഷിക്കേണ്ടി വരുന്നവരുടെ സാധാരണക്കാരന്റെ ജീവിതം വരച്ചുകാട്ടുകയാണ് ഈ ഹ്രസ്വചിത്രത്തിലൂടെ അണിയറ പ്രവർത്തകർ. മാറി മാറി വരുന്ന സർക്കാരുകൾ വെറും വാഗ്ദാനങ്ങൾ നൽകുന്നതിനപ്പുറം അധികാരവർഗത്തിന്റെ കെടുകാര്യസ്ഥതയിൽ ഒരു ഗ്രാമത്തിന്റെ പാലം എന്ന സ്വപ്നം നെഞ്ചേറ്റുന്ന ഗ്രാമീണ ജനതയുടെ സ്വപ്നമാണ് തുഴയുന്ന ഹ്രസ്വചിത്രം. ഒരു ചെറിയ തുരുത്തിൽ പാലത്തിനായി മുറവിളി കൂട്ടുന്ന ഗ്രാമീണ ജനത നിരവധി അപകടങ്ങളും ദുരന്തങ്ങളും ഏറ്റുവാങ്ങിയിട്ടും കണ്ണു തുറക്കാത്ത അധികാരിവർഗത്തിന്റെ ധാർഷ്ട്യവും എല്ലാം ഇതിൽ പ്രതിഫലിക്കുന്നു. പ്രകൃതിരമണീയമായ മാടായിപ്പാറ, ഇരിട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ തുഴയുടെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് MR വിജയൻ ഇരിട്ടിയാണ്. ആർട്ടിസ്റ്റ് ശശികല, ഒമേഷ് കുമാർ, ദീപു കാരക്കുന്ന്, വിനോദ് മാർക്സ് തുടങ്ങിയവർ അണിയറ പ്രവർത്തകരാണ്. കരാട്ടെ എന്ന കായികാഭ്യാസത്തെ ജനകീയനാക്കിയ പഴയങ്ങാടി വെങ്ങരിയിലെ സി ജി ജോൺസൺ കടത്തുകാരൻ എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കുന്നു. കെ വി മഹേഷിന്റെ ഉടമസ്ഥതയിലുള്ള കുറുംകടവിലെ അനന്യ ഡെക്കറേഷൻസ് എന്ന സ്ഥാപനത്തിൽ സൂക്ഷിച്ചിരുന്ന മുളകൾ സാമൂഹ്യദ്രോഹികൾ തീവച്ച് നശിപ്പിച്ചു. സംഭവത്തിൽ കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിഷേധം രേഖപ്പെടുത്തി. പയ്യന്നൂരിലെ പഴയകാല വ്യാപാരി യു മുഹമ്മദിന്റെ കുടുംബത്തിന് ചേംബർ ഓഫ് കൊമേഴ്സ് മരണാനന്തര സഹായമായി 25,000 രൂപ കൈമാറി. പരേതന്റെ വിധവ ഫാത്തിമ ചേംബർ പ്രസിഡന്റ് കെ യു വിജയകുമാറിൽ നിന്ന് ധനസഹായം ഏറ്റുവാങ്ങി. വി നന്ദകുമാർ, MP തിലകൻ, MP ബാബുരാജ്, സുനിൽ ഗേറ്റ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇനി മാറ്റൊലി. അധ്യയന വർഷം ആരംഭിച്ച് മാസം 2 പിന്നിട്ടിട്ടും പാഠപുസ്തകങ്ങളിൽ എത്തിക്കുന്നതിൽ സർക്കാർ അലംഭാവം തുടരുന്നു. പ്രതികരണങ്ങളിലേക്ക്. ഓണം കഴിഞ്ഞാൽ പോലും ഇന്നിപ്പോൾ യഥാർത്ഥത്തിൽ ഈ പുസ്തകം കിട്ടാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇപ്പോഴും നിലവിൽ നമ്മൾ ഏൽപ്പിച്ച ബസ്സിൽ നിന്ന് മാറ്റി പകരം ബസ്സിൽ കൊടുത്ത് അടുപ്പിക്കാൻ പറ്റുമോ എന്നുള്ള നിലയിലൊക്കെ തന്നെയാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. ഒരു കൃത്യമായ രീതിയിലൊരു ധാരണയില്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് വളരെ മോശമായി പോയി എന്നുള്ളതാണ് പറയാനുള്ളത്. എൻ്റെ കുട്ടി പഠിക്കുന്ന മുതലാണ്. വൈകുന്നേരം വന്നിട്ട് അച്ഛൻ എനിക്ക് പറഞ്ഞതാ, അച്ഛ ഇതെങ്ങനെ ചെയ്യുന്നുണ്ട്, ഇതെന്താ ചെയ്യുന്നുണ്ട്, ഇതെന്താ ആക്കേണ്ടത്, അമ്മേ വാ, അമ്മ ഇപ്പോൾ അടുക്കളായിരിക്കും, അമ്മക്ക് വരാൻ അമ്മ പറയും, അച്ഛനെ വിളിക്കാറ്, അപ്പോൾ ഞാൻ പണി സ്ഥലത്തായിരിക്കും. അങ്ങനെ സംഭവം. അതുകൊണ്ട് ഓണം കഴിഞ്ഞിട്ടുള്ള പരീക്ഷ മതിയെന്നാണ് എൻ്റെ അഭിപ്രായം പറയുന്നത്. എന്തായാലും ഓണപ്പരീക്ഷയ്ക്ക് മുമ്പായി പാഠപുസ്തകം എത്തുമെന്ന് ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് എനിക്ക് പ്രതീക്ഷയില്ല. അപ്പോൾ ആ നിലക്കാണ് കാര്യങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. കുട്ടികൾ പാഠപുസ്തകമില്ലാതെ പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ട നിലയിലാണുള്ളത്. ഇപ്പോൾ ചില വിദ്യാർത്ഥി സംഘടനകൾ പോലും പാഠപുസ്തകങ്ങൾ എത്തിച്ച് നൽകി അതിൻ്റെ ഫോട്ടോ കോപ്പിയൊക്കെ എടുത്ത് കുട്ടികൾക്ക് കൊടുത്ത് അങ്ങനെ പഠിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്, പഠിപ്പിക്കാൻ സഹായിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ആ ഒരു ഉത്തരവാദിത്വം പോലും കേരളത്തിലെ ഗവൺമെൻറ്റിനും വിദ്യാഭ്യാസ വകുപ്പിനും വിദ്യാഭ്യാസ മന്ത്രിക്കുമൊന്നും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം. അറിയിപ്പുകൾ. രാമന്തളി എട്ടിക്കുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ജൂലൈ 22 ബുധനാഴ്ച രാവിലെ 11 മണിക്ക് നടത്തുന്നു. 50% മാർക്കോടെ +2 പാസ്സായതും കേരള ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ നൽകുന്ന DMLT സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാം. ബയോഡേറ്റ ജൂലൈ 16 വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുൻപായി രാമന്തളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. കാങ്കോൽ ആലപ്പടമ്പ കൃഷിഭവനിൽ നല്ലയിനം തെങ്ങിൻ തൈകൾ വിതരണത്തിനെത്തിയിട്ടുണ്ട്. ആവശ്യമുള്ള കർഷകർ നികുതി രസീതിയുടെ പകർപ്പ് സഹിതം ജൂലൈ 9 വ്യാഴാഴ്ച കൃഷിഭവനിൽ ഹാജരാകുക. കോറം കൊടക്കൽ തറവാട് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദനവും ശ്രീജയന്തി പുസ്തക പ്രകാശനവും
ജൂലൈ 11 ശനിയാഴ്ച രാവിലെ 10:30 കോറം കുടക്കൽ തറവാട്ടിൽ നടക്കും. 2015 ഒക്ടോബർ 2 മുതൽ 5 വരെ ശ്രീലങ്കയിലേക്ക് ടൂർ പോകാൻ ആഗ്രഹിക്കുന്ന വ്യാപാരികൾ ജൂലൈ 15 ചേംബർ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ചേംബർ പ്രസിഡന്റ് KU വിജയകുമാർ അറിയിക്കുന്നു. വിശദവിവരങ്ങൾക്ക് 9447314631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിവള്ളൂർ പെരളത്തെ കൊഴുമൽ വരീക്കര കാവിൻ പരിസരത്ത് പുലി ഇറങ്ങിയതായി അഭ്യൂഹം. വനംവകുപ്പും റാപ്പിഡ് റെസ്പോൺസ് ടീമും നാട്ടുകാരും സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും പുലി ഇറങ്ങിയതിന്റെ ലക്ഷണമൊന്നും കണ്ടെത്താനായില്ല. ഭീതി വിട്ടൊഴിയാതെ പ്രദേശവാസികൾ. ശമ്പള പരിഷ്കരണം അട്ടിമറിക്കുന്നതിനെതിരെ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ജൂലൈ 23 മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. മുന്നോടിയായി പയ്യന്നൂരിൽ പ്രചരണ വാഹന ജാഥയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തെ +1 ക്ലാസുകൾ ആരംഭിച്ചു. ഏകജാലക സംവിധാനം വഴി 2 ഘട്ടങ്ങളിലായാണ് അലോട്ട്മെന്റുകൾ പൂർത്തിയാക്കിയത്. ഇപ്പോഴും സംസ്ഥാനത്ത് 30,000-ലധികം സീറ്റുകൾ വിവിധ കോമ്പിനേഷനുകളിലായി ഒഴിഞ്ഞുകിടക്കുന്നതായി റിപ്പോർട്ട്. ഹക്കീം വധം സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള സത്യഗ്രഹ സമരം 56-ാം ദിവസത്തിലേക്ക്. വിനോദ് രാമന്തളിയുടെ നിരാഹാരം ഒരാഴ്ച പിന്നിട്ടു. പയ്യന്നൂർ AEO ഓഫീസ് കോമ്പൗണ്ടിനുള്ളിലെ ശുചിമുറി ശോച്യാവസ്ഥയിൽ. വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസിന് പുറമെ BRC ട്രെയിനിംഗ് സെന്റർ പോലുള്ള നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഇവിടെയെത്തുന്നവർ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യമില്ലാതെ വലയുന്നു. വെള്ളോറ പെരുമ്പടവ് റോഡിൽ വാഹനയാത്ര ദുരിതമാകുന്നു. റോഡ് പൊട്ടിത്തകർന്നതിനൊപ്പം പാതയോരങ്ങളിൽ കാട് കാഴ്ചമറക്കുന്നതുമാണ് ഈ വഴി യാത്ര ദുരിതമയമാക്കുന്നത്. പാഠപുസ്തക സമരം SFIയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി പട്ടിണി സമരം സംഘടിപ്പിച്ചു. SFI പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ സമരം ബോയ്സ് ഹൈസ്കൂളിൽ നടന്നു. പയ്യന്നൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ നിർമ്മിച്ച സമാന്തര റോഡിലെ താൽക്കാലിക ഡിവൈഡറുകൾ അപകട ഭീഷണി സൃഷ്ടിക്കുന്നതായി പരാതി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.